ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. ഇപ്പം ഞാനിരിക്കണത് നമ്മളെ പൂക്കുടുംബത്തെ വീട്ടിലാണ്. പിന്നെ ഞങ്ങൾ സൺഡേസിലായിട്ട് വീഡിയോ ആണ് എടുക്കുന്നത്. പൊട്ടിക്കലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കിച്ചുമോൾക്ക് ഡാൻസിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ രാവിലെ അങ്ങനെ വിളിക്കണ്ടേ, രാവിലെ തന്നെ വരുമോ എന്നൊക്കെ. ശരിക്ക് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ശനിയാഴ്ച വിളിച്ചിരുന്നു. അമ്മ ഇന്ന് വാ, നാളെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, മക്കൾക്ക് സ്കൂളില്ലെങ്കിലും കിച്ചുമോൾക്ക് ഡാൻസ് ക്ലാസ്സിൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാൻസിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നാളെ വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പോകണമെന്നൊന്നും എടുക്കണ്ടില്ല, അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ. നെയ്ച്ചോറും കഷ്ണം ചിക്കൻ കറി, ചിക്കൻ പൂരി കഴിഞ്ഞോ. നീലി അമ്മമ്മയുടെ വീട്. അമ്മ ചക്ക ഇടാൻ ഏതത്തെ ഇടുന്നേ? അമ്മ ചക്ക ഇടാനുള്ള പ്ലാവില്ല, അതല്ല, ഏത് പ്ലാവത്തെയാണ്? ഞങ്ങൾ ചക്ക ഇടുകയാണ് ഗൈസ്. ഈ വർഷത്തെ ഫസ്റ്റ് ചക്ക ഇടാൻ വരികയാണ്. ഇതാണ് നമ്മുടെ നീലി അമ്മമ്മയുടെ വീട്. കേട്ടോ, മതിൽ എങ്ങനെയുണ്ട് ഗൈസ്? അത് പറയും കണ്ടിട്ട്. അത് അടിപൊളിയല്ലേ മതിൽ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, അത് കരി ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്നുമില്ല, ഇവിടെ കിടക്കുകയൊക്കെ ചെയ്യാം. ഹലോ ഗൈസ്, അപ്പം എന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വലിച്ച് നീട്ടണമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ പൊട്ടിക്കലിൻ്റെ വീട്ടിലാണ്. ഇത് സൺഡേ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ചക്കയും അമ്മയും ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ്. എവിടെ ചക്ക ഉണ്ടോ, ചക്ക കിട്ടുന്നതാണോ അമ്മ അത് ഇട്ടിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ചക്ക ഇടാനും എടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോടാണ് ഒന്ന് പറയാം, ഓമനെ ചക്ക ഉണ്ട് നമുക്ക് ഇടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെ ഉമ്മമ്മാൻ്റെ വീട്ടിലെ പറമ്പിലാണ് കേട്ടോ ഈ പ്ലാവ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ചക്കയൊന്നുമില്ല, പ്രാവശ്യം വളരെ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ള ചക്കയുണ്ടല്ലോ നല്ല മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തോട്ടിയൊക്കെ കെട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ 2 ചക്ക ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, പിന്നെ വേറെ ഒന്ന് സെപ്പറേറ്റ് നിൽക്കുന്നുണ്ട്. പക്ഷേ സെപ്പറേറ്റുള്ള ആ ഒരു ചക്കയാണ് ഞങ്ങൾക്ക് വേണ്ടത്. പക്ഷേ അങ്ങോട്ടാണെങ്കിൽ തോട്ടി എത്തൂല. പിന്നെ തോട്ടീൻ്റെ മുകളിൽ വേറൊരു തോട്ടിയും കൂടെ, ഞങ്ങൾ തോട്ടി എന്നാട്ടോ പറയാം, നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. അതൊക്കെ കെട്ടിയായിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ചക്ക ഇടാൻ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ തോട്ടി വരലെങ്കിൽ കിട്ടൂല, ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ അതിങ്ങനെ നീലിയമ്മേൻ്റെ മുറ്റത്തൊക്കെ കയറിയിട്ട്, ഈ പറമ്പ് ഇങ്ങനെ താഴെ ഒരു കുഴിയിലും നീലിയമ്മേൻ്റെ വീട് കുറച്ച് പൊങ്ങിയല്ല അവിടെ നിൽക്കണം ആ പറമ്പ്. അപ്പോൾ അവിടെ കയറിയിട്ടൊക്കെയാണ് ചക്ക ഇട്ടുകൊണ്ട് നിൽക്കണത്. ഒരുപാട് സമയം മെനക്കെട്ടിട്ടുണ്ട്. കൊണ്ട് അരമണിക്കൂറിന് മുകളിൽ ആ ഒരു ചക്കയും അമ്മയും തോട്ടിയൊക്കെ ആയിട്ട് നല്ലോണം മെനക്കെട്ടിട്ടുണ്ട്. തോട്ടീൻ്റെ അറ്റത്ത് ഇങ്ങനെ കത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വിധത്തിൽ അമ്മ ചക്കയൊക്കെ ഇട്ടുട്ടോ. പിന്നെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി. ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. പക്ഷേ അപ്പം തന്നെ ചക്ക ഇട്ടപ്പോൾ പിന്നെ ചക്ക ഉണ്ടാക്കി, അതുപോലെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി, ചക്കക്കൂട്ടാൻ. ഞങ്ങൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കക്കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഇട്ടിട്ടുണ്ടായാലും അങ്ങനെയുള്ള കട്ടൻ ചായയും ചക്കക്കൂട്ടാനൊക്കെ കഴിച്ചു ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അറിയേണ്ടത് കഷ്ണമീനുണ്ട്, ഇന്നലെ കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ എടി മീൻകറി, ചക്കക്കൂട്ടാൻ മീൻകറി കൂട്ടിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഫസ്റ്റത്തെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക കൂട്ടാനാണ്. അപ്പോൾ അത് മീൻകറിയൊന്നും ഇല്ലാതെ അത് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ചക്ക മാത്രം തന്നെ കഴിക്കണം. പക്ഷേ കുറച്ച് മൂപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. താഴെ ഇട്ട് പിന്നെ വെട്ടി നോക്കിയപ്പോഴാണ് മൂപ്പ് കുറവുള്ള കണ്ടത്. പക്ഷേ ചക്ക ഇങ്ങനെ മുകളിൽ നിന്നപ്പോൾ നല്ല അതിൻ്റെ പുറമേ കണ്ടപ്പോൾ മൂത്ത പോലെ തന്നെ ഇവർക്ക് തോന്നിയത്. പിന്നെ ആരൊക്കെയാണ് നടന്നു പോയപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ ചക്ക മൂത്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഇട്ടത്. പിന്നെ അടുത്ത മാസം നോമ്പൊക്കെ വരികയല്ലേ, അപ്പോഴത്തേക്കും പിന്നെ ഇവർക്ക് നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇമ്മമ്മ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയണ്ടേ ഇടല്ലേ എന്നുള്ളത്. അങ്ങനെയാണ് ഇട്ടത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ്. ആദ്യമായിട്ടത് കുറേ നാളുകൾക്ക് ശേഷം ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ചക്ക കൂട്ടാൻ തന്നെയാണല്ലോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ്. അമ്മയാണെങ്കിലോ, അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഏത് സമയത്ത് ചക്ക, ഇനിയിപ്പോൾ രാത്രിയാണ് ചക്ക കിട്ടണമെങ്കിലും അമ്മ അപ്പം തന്നെ അത് ആ ചക്ക കൂട്ടാൻ ഉണ്ടാക്കും. അങ്ങനെയാണ്. അപ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ചക്കക്കൂട്ട ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇക്കും അമ്മയ്ക്കുള്ളത് നമ്മൾ പ്ലേറ്റിൽ വിളമ്പി വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള സ്വഭാവം എന്ന് വെച്ചാൽ ഒരു ചക്കയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. ഞങ്ങൾ ആ ഭാഗത്തൊക്കെ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ ചെയ്യണ്ടാവും. ആദ്യത്തെ ചക്കയും കൂടി ആകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകൾക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഞാനതൊക്കെ പിന്നെ മറന്നു എടുക്കാൻ. കാരണം ഞങ്ങൾ ചക്കയായിട്ട് മല്ലിടിയിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ
മൂപ്പൊക്കെ കുറവായതുകൊണ്ട് നല്ല വളഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൈമ ഫോണൊക്കെ വെച്ച് സ്റ്റാൻഡൊക്കെ നമ്മളത് ഇവിടെയാണല്ലോ ഇപ്പോൾ കൊടുമരത്തല്ലേ, പൊട്ടിക്കല്ല് വീട്ടിലാണെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനതൊക്കെ എടുക്കാൻ അങ്ങനെ വിട്ടുപോയി. അങ്ങനെയാണ്. പിന്നെ ഇത് ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു വീഡിയോ കുറച്ചേ ഉള്ളേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ചക്കടലും ചക്കക്കൂട്ടാൻ ഉണ്ടാക്കലൊക്കെ ആയിട്ട് സാധാരണ നമ്മൾ സൺഡേസിൽ വീട്ടിൽ കൂടുമ്പോൾ എന്തായാലും നെയ്ച്ചോറ് ചിക്കൻ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതെന്നും കാണിച്ചാൽ ബോറാവില്ലേ? അപ്പോൾ എന്താ പറയുക, അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.